ലാലേട്ടനെ പറ്റിയിട്ടാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. ഡിഫൈൻഡ് റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള രണ്ട് എക്സാമ്പിൾ ആണ്. ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ, മറ്റൊന്ന് ലാലേട്ടൻ. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് കാണുന്നവർക്ക് അറിയാം, റൊണാൾഡോ ആദ്യത്തെ ലെഗിൽ തോറ്റിട്ട് രണ്ടാമത്തെ ലെഗിൽ ഗോൾ അടിച്ച് ജയിപ്പിച്ച് വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പല സീൻസിലും ലാലേട്ടനെ കാണുമ്പോൾ എനിക്ക് അതാ കിട്ടിയത്. ഇങ്ങേര് തിരിഞ്ഞു നിന്നാ മാസ്, ഇങ്ങേര് തോള് ചെരിച്ചു നിന്നാ മാസ്, ഇങ്ങേര് നടന്നാ മാസ്, ഇരുന്നാ മാസ്, അടിപൊളിയായിരുന്നു കേട്ടോ. സോ മലയാളികളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റില് ഒഴിവാക്കാൻ പറ്റാത്ത പേര് ഞാൻ പറയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ് ദ മൈറ്റി എൽ മോഹൻലാൽ. സോ അതുകൊണ്ട് തന്നെ 625K 1000K ടിക്കറ്റ് സെയിൽസ് ഒന്നും എനിക്ക് അത്ര സർപ്രൈസ് ആയിട്ടൊന്നും തോന്നിയില്ല. മലയാളം സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ മോഹൻലാലിന്റെ ഒരു പടം പോസിറ്റീവ് ആവണം, അതന്നെയാണ് പറയാനുള്ളൂ. സോ പല സമയത്തും എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അല്ല റിയാലിറ്റി എന്നുള്ള പ്രൂഫാണ് ഈ ടിക്കറ്റും ബുക്കിങ്ങുകളും കാര്യങ്ങളും. സോ അതാണ് ഞാൻ പറഞ്ഞത്, RCB ഫാൻസ് ആണ്. RCB ഫാൻസിനെ പോലെ അത്രയും ലോയൽ ആണ് മോഹൻലാൽ ഫാൻസ്. 50 പടം ഇങ്ങനെ പൊട്ടിയാലും 51ാമത്തെ പടം ഇവർ ക്രിട്ടിസൈസ് ചെയ്തിട്ട് 51ാമത്തെ പടം അവർ കാണാൻ പോകും. 100 പടം പൊട്ടിയാലും 101ാമത്തെ പടം അവർ കാണാൻ പോകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അത്രയും ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഫാൻസ് ആണ് അവര്. പിന്നെ എനിക്ക് പറയാനുള്ളതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ടൊവിനോ തോമസിന്റെ ഒരു ക്യാരക്ടറാണ്. ടൊവിനോ ലിറ്ററലി എത്ര ഇംപ്രൂവ് ആയിട്ട് എന്നുള്ള ലൂസിഫർ ഈ സിനിമയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡയലോഗ് ഡെലിവറി, ആ ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ പക്കാന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അടിപൊളിയായിരുന്നു കേട്ടോ ടൊവിനോന്റെ പെർഫോമൻസ്. മഞ്ജു വാര്യർ മാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, മാസ് സീൻസ് ഉണ്ട് മഞ്ജു വാര്യർ. ആൻഡ് ആ ഒരു മാസ് എലിവേഷൻ തിയേറ്ററിലൊക്കെ കയ്യടിയായിരുന്നു. പലർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു കാര്യമൊന്നുമില്ല, എനിക്ക് എന്റെ കാര്യമല്ല. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ് ആൻഡ് ഷീ ജസ്റ്റ് കിൽഡ് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു സീനൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പൃഥ്വിരാജിന് വേണമെങ്കിൽ ഏതൊരു ആക്ടറെ വേണമെങ്കിലും കൊണ്ടുവരാം. ഇപ്പൊ നയൻതാരയെ കൊണ്ടുവരാം, ഇപ്പൊ ദീപിക പദുക്കോണിനെ കൊണ്ടുവരാം, ആരെ വേണമെങ്കിൽ കൊണ്ടുവരാം. ആള് പക്ഷെ മഞ്ജു വാര്യരെ കൊണ്ടുപോയിട്ട് മഞ്ജു വാര്യർ പെർഫോമൻസ് ഒക്കെ പീക്ക് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ടൊക്കെയാണ് ആളെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ബൈജു ചേട്ടന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, ചില സീൻസ് ഒക്കെ എന്നാ കിടലായിട്ട് അങ്ങനെ പെർഫോം ചെയ്തിരിക്കുകയെന്ന് അറിയോ. സോ ഈ ലൂസിഫർ വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ കുറച്ച് താഴെയാണ്. സ്റ്റിൽ എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ പറഞ്ഞില്ലേ, നോ മൂവീസ് പെർഫെക്റ്റ്, എല്ലാത്തിനും ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ L3 കാണിക്കുന്ന ചില സീൻസ് ഒക്കെ ഉണ്ട്, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നേ ഞാൻ പറയുള്ളൂ. പ്ലീസ് ഗോ ആൻഡ് വാച്ച്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല വെച്ചാൽ നിങ്ങൾ പറയും, അല്ലാതെ വല്ലവൻ പറയുന്നത് കേട്ടിട്ട് ദയവി നിൽക്കരുത്. അത് ഇൻക്ലൂഡിങ് മീ. ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന ആള് പറഞ്ഞാൽ മാത്രമേ ഞാൻ സിനിമ കാണാൻ പോകുള്ളൂ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വൈ ഡു യു ഡിപ്പെൻഡ് ഓൺ റിവ്യൂസ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ബോധമില്ലേ? ഇപ്പൊ അവൻ നല്ലത് പറഞ്ഞു, നിനക്ക് പോയിട്ട് സിനിമ ഇഷ്ടപ്പെട്ടില്ല, നിന്റെ കാശ് പോയില്ലേ, അവനെ പോയി തന്തയ്ക്ക് വിളിച്ചാൽ നിന്റെ പൈസ കിട്ടുമോ? ഇല്ല. അറ്റ്ലീസ്റ്റ് ഗോ വാച്ച്. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, യു ക്യാൻ ബ്ലെയിം യുവർ സെൽഫ്. ഓ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, എന്നാലും ഞാൻ വല്ലവന്റെ വാക്ക് കേട്ടില്ലല്ലോ, അതിൽ നിങ്ങൾക്ക് പ്രൗഡ് ആയിക്കൂടെ എന്ന് ഞാൻ പറയുള്ളൂ. സോ എമ്പുരാൻ ഈസ് ഇൻ തിയേറ്റേഴ്സ്, ഗോ വാച്ച് ഇറ്റ്.